Around the World in 80 Days by Jules Verne. ഹോട്ടൽ റൂമിൽ നിന്ന് ഇറങ്ങി ഓടി പസ്പറ്റു ടിക്കറ്റ് കൗണ്ടറിലെത്തി. ഓടയ്ക്കായിട്ട് ഒരു ഫസ്റ്റ് ക്ലാസ് ക്യാബിനും കൂടി ബുക്ക് ചെയ്തു. ആ സമയത്ത് അതുവരെ എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. പക്ഷേ പെട്ടെന്ന് കണ്ടുമുട്ടുന്നത് പോലെ ഡിറ്റക്റ്റീവ് ഫിക്സ് അവിടെ എത്തി. പസ്പറ്റു ചോദിച്ചു, സാറപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ ഒപ്പം വരുന്നുണ്ടല്ലേ? ഫിക്സ് പറഞ്ഞു, എന്താ ചെയ്യുക, ഞാൻ പറഞ്ഞില്ലേ ഈ യാത്രയൊന്നും ഞാൻ വിചാരിക്കുന്ന പോലെ എല്ലാം നടക്കുന്നത്. ഫിക്സിൻ്റെ മനസ്സിലെ ഉദ്ദേശം ഇതാണ്. വാറണ്ട് ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ ഫിക്സ് ഇത്തവണ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ഫിലിസ് ഫോഗിനെ ഹോങ്കോങ്ങിൽ പിടിച്ചു നിർത്തണം. ഹോങ്കോങ്ങിൽ നിന്ന് യാത്ര തുടങ്ങിയാൽ പിന്നെ ബ്രിട്ടീഷ് ടെറിട്ടറി അല്ല. അവിടെയൊക്കെ വെച്ച് അറസ്റ്റ് ചെയ്യണമെങ്കിൽ കോടതിയുടെ അനുവാദം വേണം. ടിക്കറ്റ് എടുത്ത സമയത്ത് അവരോടായിട്ട് ടിക്കറ്റ് കൗണ്ടറിലിരുന്ന സ്റ്റാഫ് പറഞ്ഞു, കപ്പലിൻ്റെ പണി വിചാരിച്ചതിലും നേരത്തെ കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നാളെ രാവിലെ വരെ കപ്പൽ നിൽക്കുന്നില്ല, ഇന്ന് രാത്രി കപ്പൽ സ്റ്റാർട്ട് ചെയ്യും. ഡിറ്റക്റ്റീവ് ഫിക്സിൻ്റെ മനസ്സിൽ ചില പ്ലാനുകളൊക്കെ വന്നു. ഇന്ന് രാത്രി കപ്പൽ സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ള വിവരം ഹോട്ടൽ റൂമിൽ ഇരിക്കുന്ന ഫിലിസ് ഫോഗ് അറിയണമെങ്കിൽ പസ്പറ്റു തിരിച്ച് റൂമിലെത്തണം. പസ്പറ്റുവിനെ ഒരു കാരണവശാലും തിരിച്ച് റൂമിലേക്ക് അയക്കരുത്. അതല്ലെങ്കിൽ പസ്പറ്റു കാര്യങ്ങൾ മനസ്സിലാക്കണം. ഫിലിസ് ഫോഗ് ഒരു ബാങ്ക് റോബറാണ് എന്നാണ് ഡിറ്റക്റ്റീവ് ഫിക്സിൻ്റെ മനസ്സിൽ. ആ വിവരം പസ്പറ്റുവിനോട് പറയണം. ഏതായാലും പതിവ് പോലെ ഒരു ഡ്രിങ്ക്സിന് വേണ്ടി പസ്പറ്റുവിനെ ഡിറ്റക്റ്റീവ് ഫിക്സ് ക്ഷണിച്ചു. രണ്ടാളും കൂടി ആ പോർട്ടിൽ തന്നെയുള്ള ഒരു ബാറിലേക്ക് കയറി. ബാറിൽ ഇരുന്ന സമയത്ത് പസ്പറ്റു പറഞ്ഞു, താങ്കൾ എന്നെ ഒരുപാട് സൽക്കരിക്കുന്നു. എൻ്റെ കയ്യിൽ തൽക്കാലം തിരിച്ച് സൽക്കരിക്കാൻ പണമില്ല. പക്ഷേ ഇംഗ്ലണ്ടിൽ വെച്ച് ഞാൻ താങ്കൾക്ക് നല്ലൊരു ട്രീറ്റ് തരും. ഡിറ്റക്റ്റീവ് ഫിക്സ് ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതിൻ്റെ ആവശ്യമില്ല, കാരണം ഇതിനുള്ള എല്ലാ ചെലവും എനിക്ക് ഈ യാത്ര കഴിയുമ്പോഴേക്കും കിട്ടിയിരിക്കും. പസ്പറ്റു ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞത്. താങ്കൾ എങ്ങനെയെങ്കിലും എൻ്റെ മാസ്റ്ററുടെ യാത്ര മുടക്കി ആ ക്ലബിലെ മെമ്പേഴ്സിൻ്റെ ഇന്ന് പൈസ വാങ്ങി ഇറങ്ങിയിരിക്കുകയല്ലേ? ഡിറ്റക്റ്റീവ് ഫിക്സ് പറഞ്ഞു, സുഹൃത്തെ, അങ്ങനെയല്ല. താങ്കളുടെ യജമാനൻ താങ്കൾ വിശ്വസിക്കുന്ന പോലെ അത്ര ഡീസൻ്റ് ആയിട്ടുള്ളൊരു മനുഷ്യനല്ല എന്ന് മാത്രമല്ല, ആളൊരു ബാങ്ക് റോബറാണ്. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ നിന്ന് 50,000 പൗണ്ട് മോഷ്ടിച്ച് കടന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ പിടിക്കാൻ ഇറങ്ങിയിരിക്കുന്ന ഡിറ്റക്റ്റീവാണ് ഞാൻ. ഇതും പറഞ്ഞുകൊണ്ട് ഡിറ്റക്റ്റീവ് ഫിക്സ് അയാളുടെ ഐഡൻറ്റിറ്റി കാർഡ് എടുത്ത് പസ്പറ്റുവിനെ കാണിച്ചു. പസ്പറ്റു എല്ലാം കേട്ട് ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ്. കുറച്ച് പേര് അങ്ങനെ എഴുതിയതിനു ശേഷം പസ്പറ്റു പറഞ്ഞു, ഇത് ഞാൻ വിശ്വസിക്കില്ല. താങ്കൾക്ക് എന്തോ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കുകയാണ് എൻ്റെ യജമാൻ്റെ മുകളിൽ, അല്ലാതെ ഒരിക്കലും അദ്ദേഹം അത്ര ഒരാളല്ല. അപ്പോൾ ഡിറ്റക്റ്റീവ് ഫിക്സിന് മനസ്സിലായി പസ്പറ്റു നമ്മുടെ വരുതിയിൽ വരില്ല. ഏതായാലും രണ്ടാളും നല്ല രീതിയിൽ മദ്യപിച്ചുകൊണ്ടിരുന്നു. പസ്പറ്റുവിന് ആവശ്യത്തിൽ കൂടുതൽ മദ്യം ഡിറ്റക്റ്റീവ് ഫിക്സ് ഒഴിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം വളരെ കുറച്ച് മാത്രം കഴിച്ചു. അങ്ങനെ പസ്പറ്റു ഒരുവിധം നല്ല ലെവലിലായി. ആ സമയത്ത് ഡിറ്റക്റ്റീവ് ഫിക്സ് ഒരു കാര്യം കൂടി ചെയ്തു. ആ ബാറിൽ തന്നെ ഓപ്പിയം പൈപ്പുകളുണ്ട്. അത് വലിച്ചു കയറ്റി നല്ല ലഹരി പിടിച്ചിരിക്കുന്ന ആൾക്കാരെയൊക്കെ അവിടെ ഡിറ്റക്റ്റീവ് ഫിക്സ് കാണുന്നുണ്ട്. അത്തരം ഒരു ഓപ്പിയം പൈപ്പും കൂടി വാങ്ങിച്ച് പസ്പറ്റുവിന് കൊടുത്തു. അതും കൂടി വലിച്ചു കഴിഞ്ഞപ്പോൾ പസ്പറ്റു പിന്നെ അനങ്ങിയില്ല. അവിടെ മേശപ്പുറത്ത് തലയും വെച്ച് ഒരു കിടപ്പങ്ങ് കിടന്നു. ഡിറ്റക്റ്റീവ് ഫിക്സ് ഒരു ചെറിയൊരു ചിരിയൊക്കെ ചിരിച്ചുകൊണ്ട് അവിടെ നിന്നിട്ട് ബില്ലും പേ ചെയ്ത് പുറത്തിറങ്ങി. മനസ്സിൽ ചില കാൽക്കുലേഷൻസൊക്കെ നടത്തി നേരെ പോലീസ് ചീഫിൻ്റെ ഓഫീസിലെത്തി. പക്ഷെ അപ്പോഴൊന്നും ടെലഗ്രാം എത്തിയിട്ടില്ല. വാറണ്ട് ടെലഗ്രാമായിട്ട് വന്നാൽ മാത്രമേ ഇനി ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഒരു സമാധാനം, ഇനി ഫിലിസ് ഫോഗ് ഉടനെ ഒന്നും ഇവിടുന്ന് പോവില്ല. കാരണം ഇനി ഒരാഴ്ച കഴിഞ്ഞാൽ യോക്കോഹാമയ്ക്കുള്ള അടുത്ത കപ്പൽ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അടുത്തൊരു ഹോട്ടലിൽ തന്നെ റൂമൊക്കെ എടുത്ത് ഡിറ്റക്റ്റീവ് ഫിക്സും അന്നത്തെ രാത്രി കഴിച്ചു കൂട്ടി. ഈ സമയത്ത് ഹോട്ടൽ റൂമിൽ ഫിലിസ് ഫോഗും ഓടയും ആലോചിക്കുകയാണ്. ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോയ പസ്പറ്റു തിരിച്ചു വന്നിട്ടില്ല. ഓട അല്പം ആൻഷ്യസ് ആണ്. പക്ഷേ ഫിലിസ് ഫോഗ് പതിവ് ശാന്തമായിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട്. പക്ഷേ മനസ്സിൽ ചില ചിന്തകളൊക്കെ ഇല്ലാതില്ല, ഒന്നും പുറമേക്ക് കാണില്ല അദ്ദേഹത്തിൻ്റെ. ഓട പറഞ്ഞു, എന്താണ് പസ്പറ്റുവിനെ കാണാനില്ലല്ലോ? ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നടക്കുന്നുണ്ടാവും, രാത്രിയാകുമ്പോൾ വരും. നേരെ നല്ലൊരു ഇരുട്ടി, പസ്പറ്റുവിനെ കാണാനില്ല. ഓട വീണ്ടും ചോദിച്ചു, നമുക്കൊന്ന് അന്വേഷിക്കണ്ടേ? എവിടെ പോയി അന്വേഷിക്കാൻ ഈ പരിചയമില്ലാത്ത സ്ഥലത്ത്? അവൻ വന്നോളും, തൽക്കാലം നമുക്ക് കിടന്നുറങ്ങാം. ഫിലിസ് ഫോഗ് ഓടയ്ക്ക് ഗുഡ് നൈറ്റും പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് പോയി. നേരം വെളുത്തു. അപ്പോഴും ഫിലിസ് ഫോഗ് ആദ്യം അന്വേഷിച്ചത് പസ്പറ്റുവിനെയാണ്. പസ്പറ്റു എത്തിയിട്ടില്ല. അധികം വൈകാതെ ഫിലിസ് ഫോഗും ഓടയും ഹോട്ടലിൽ നിന്നിറങ്ങി ഒരു കുതിരവണ്ടിയിൽ കയറി പോർട്ടിലെത്തി. ഈ സമയത്ത് ഡിറ്റക്റ്റീവ് ഫിക്സ് വളരെ നേരത്തെ തന്നെ പോർട്ടിലെത്തി നിൽക്കുകയാണ്. എന്തൊക്കെയാണ് ഇനിയിപ്പോൾ ഫിലിസ് ഫോഗ് അവിടെ വന്നിട്ട് സംഭവിക്കുന്നതെന്ന് നോക്കണമല്ലോ. ഫിലിസ് ഫോഗ് വന്നു, പോർട്ടിൻ്റെ അകത്ത് കയറി അന്വേഷിച്ചപ്പോൾ മനസ്സിലായി കപ്പൽ തലേ ദിവസം വൈകുന്നേരമേ പോയിരിക്കുന്നു. ഓട ശരിക്കൊന്നും ഞെട്ടി. ഫിലിസ് ഫോഗ് അപ്പോഴും ഞെട്ടലൊന്നും പുറത്ത് കാണിക്കുന്നില്ല. ഈ സമയത്ത് ഡിറ്റക്റ്റീവ് ഫിക്സ് ഫിലിസ് ഫോഗിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ആർ യു മിസ്റ്റർ ഫിലിസ് ഫോഗ്? യെസ്.
താങ്കളുടെ സെർവൻറ്റ് പസ്പർട്ടൂനെ കാണാനില്ലല്ലോ. ഫിലിസ് ഫോഗ് ചോദിച്ചു. താങ്കൾക്ക് എങ്ങനെ പസ്പർട്ടൂനെ അറിയാം? ഞങ്ങൾ ഷിപ്പിൽ വെച്ച് പരിചയപ്പെട്ടിരുന്നു. ഓ, അത് ശരി. പസ്പർട്ടു ഇന്നലെ രാത്രി ഞങ്ങൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വന്നതാണ്. അതിനുശേഷം അവൻ തിരിച്ച് റൂമിലേക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ കപ്പൽ ഇന്നലെ വൈകുന്നേരം പോയവരെ ഞങ്ങൾ അറിഞ്ഞുമില്ല. എന്ത് ചെയ്യാം, ഇനിയിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞേ ഉള്ളൂ അടുത്ത കപ്പൽ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. എനിക്കും ഇത് തന്നെയാണ് പറ്റിയത്. ഞാനും ഈ കപ്പലിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. ഇന്നലെ വൈകുന്നേരം കപ്പൽ പോയവരെ ഞാനും അറിഞ്ഞില്ല. ഈ രീതിയിലാണ് ടിക്കറ്റ് ഫിക്സ് പറയുന്നത്. ഫിലിസ് ഫോഗ് പറഞ്ഞു, അങ്ങനെ ഒരാഴ്ച എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് യാത്ര എത്രയും പെട്ടെന്ന് റീസ്റ്റാർട്ട് ചെയ്യണം. ഫിക്സ് പറഞ്ഞു, അതിന് കപ്പലില്ലല്ലോ. കപ്പലില്ലെങ്കിൽ വേറെ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കാം. പോർട്ടിൽ കൂടെ ഒന്നിങ്ങനെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അദ്ദേഹം പ്രധാനമായിട്ടും നോക്കുന്നത് അവിടെയുള്ള പൈലറ്റ് ബോട്ടുകളാണ്. പൈലറ്റ് ബോട്ടുകൾ എന്ന് പറഞ്ഞാൽ ഈ കപ്പലെന്ന് തീരത്തേക്ക് ആൾക്കാരെ കൊണ്ടുവരുന്നതിനുള്ള ബോട്ടുകൾ. അത്തരം ഒരു ബോട്ടിൽ ജപ്പാനിലേക്ക് അങ്ങ് പോകാം എന്നാണ് ഇനിയിപ്പോൾ ഫിലിസ് ഫോഗിൻ്റെ ചിന്ത. അങ്ങനെ അദ്ദേഹം അവിടെയൊക്കെ കുറച്ച് നേരമൊക്കെ അന്വേഷിച്ച് നടന്നു. ആ സമയത്ത് ഒരു ആൾ ഫിലിസ് ഫോഗിൻ്റെ അടുത്തേക്ക് വന്ന് ചോദിച്ചു, താങ്കൾ എന്തോ കാര്യമായിട്ടുള്ള അന്വേഷണത്തിലാണല്ലോ. ഫിലിസ് ഫോഗ് പറഞ്ഞു, ഞാൻ യോക്കോഹാമയിലേക്ക് പോകാനുള്ള കപ്പലിൽ ടിക്കറ്റ് എടുത്തിരുന്ന ആളാണ്. പക്ഷേ ആ കപ്പൽ ഞങ്ങളറിയാതെ ഇന്നലെ വൈകുന്നേരം തന്നെ ബുക്ക് കഴിഞ്ഞു. അതുകൊണ്ട് ഇനിയിപ്പോൾ യോക്കോഹാമയിലേക്ക് പോകാൻ ഞങ്ങൾക്കൊരു പൈലറ്റ് ബോട്ട് വേണം. ഒന്നാളിങ്ങനെ ഒരു വല്ലാത്തൊരു ഭാവത്തോടെ ഫിലിസ് ഫോഗിനെ നോക്കി, താങ്കൾ തമാശ പറയുകയാണോ അതോ സീരിയസ് ആയിട്ടാണോ? അപ്പോൾ ഫിലിസ് ഫോഗ് ചോദിച്ചു, അതെന്താ അങ്ങനെ നിങ്ങൾ സംസാരിക്കുന്നത്? ഞാൻ വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് പറയുന്നത്. അപ്പോൾ വന്ന മനുഷ്യൻ പറഞ്ഞു, ഞാനൊരു പൈലറ്റ് ബോട്ടിൻ്റെ ക്യാപ്റ്റനാണ്. ഈ പോർട്ടിലുള്ളതിൽ ഏറ്റവും നല്ല പൈലറ്റ് ബോട്ട് എൻ്റെയാണ്. പക്ഷേ ഞാൻ കൃത്യമായിട്ടൊരു കാര്യം പറയാം, ഒരിക്കലും ഒരു പൈലറ്റ് ബോട്ടിന് ഇവിടുന്ന് യോക്കോഹാമയിലേക്ക് പോകാൻ പറ്റില്ല. അത്രയും അടിയൊഴുക്കുകളും ശക്തമായ തിരമാലകളും ഉള്ളൊരു ഭാഗമാണിത്. വലിയ കപ്പലുകൾക്ക് മാത്രമേ അവിടെ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ താങ്കൾക്ക് വേറൊരു കാര്യം ചെയ്തു തരാം, ഞാൻ താങ്കളെ ഷാങ്ഹായിൽ എത്തിച്ചേരാം. ഫിലിസ് ഫോഗ് പറഞ്ഞു, എനിക്ക് ഷാങ്ഹായിൽ എത്തിയിട്ട് കാര്യമില്ല. എനിക്ക് യോക്കോഹാമയിൽ നിന്ന് US ഷിപ്പാണ് വേണ്ടത്. അത് ഷാങ്ഹായിൽ പോയി എന്നാൽ കിട്ടില്ലല്ലോ. വന്ന ആൾ പറഞ്ഞു, ആര് പറഞ്ഞു കിട്ടില്ല എന്ന്? ആ ഷിപ്പ് ഷാങ്ഹായിൽ നിന്നാണ് സ്റ്റാർട്ടിങ്. ഷാങ്ഹായിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അത് നാഗാസാക്കിയും കഴിഞ്ഞാണ് യോക്കോഹാമയിലെത്തി ഇവിടെ നിന്ന് പോകുന്ന ഷിപ്പിൻ്റെ കണക്റ്റിംഗ് ഷിപ്പായിട്ട് പിന്നെ അവിടെ നിന്ന് US പോകുന്നത്. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ഷാങ്ഹായിൽ എത്തിക്കഴിഞ്ഞാൽ താങ്കൾക്ക് ആ ഷിപ്പിൽ പോവാം. കേട്ടപ്പോൾ ഫിലിസ് ഫോഗും ഓടയും എല്ലാം ഹാപ്പിയായി. അന്തപ്പെട്ട് നിൽക്കേണ്ട നമ്മുടെ ഡിറ്റക്റ്റീവ് ഫിക്സ്. കാരണം ഫിലിസ് ഫോഗ് ഇപ്പോൾ പോകും എന്നുള്ള കാര്യം ഉറപ്പായി. ഇയാൾക്ക് പോകാൻ വഴിയില്ല. അത്തരം ഒരു പൈലറ്റ് ബോട്ട് ബുക്ക് ചെയ്ത് പോകാനുള്ള സാമ്പത്തികമൊന്നും കയ്യിലില്ല. ആ സമയത്ത് ഫിലിസ് ഫോഗ് വളരെ ശാന്തനായിട്ട് ഡിറ്റക്റ്റീവ് ഫിക്സിനെ നോക്കി ചോദിച്ചു, താങ്കൾ ആ കപ്പൽ മിസ്സായിന്നല്ലേ പറഞ്ഞത്? അതെ. എൻ്റെ കൂടെ പോകുന്നോളൂ വിരോധമില്ലെങ്കിൽ? ഡിറ്റക്റ്റീവ് ഫിക്സ് വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി. താൻ ഇത്രയും കാലം അറസ്റ്റ് ചെയ്യാൻ വേണ്ടി നടന്നൊരു മനുഷ്യൻ തനിക്കൊരു ഓഫർ വരുന്നു. സ്വീകരിക്കാതിരിക്കാൻ വഴിയില്ല. കാരണം ഇനിയിപ്പോൾ ഫിലിസ് ഫോഗിനെ അറസ്റ്റ് ചെയ്യാം എന്നുള്ള പ്രതീക്ഷയെ കഴിഞ്ഞു. ഷാങ്ഹായിലേക്ക് പോകാൻ തീരുമാനമായി. ചാർജ് എല്ലാം പറഞ്ഞുറപ്പിച്ചു. പകുതി പൈസ ഫിലിസ് ഫോഗ് അപ്പം തന്നെ അഡ്വാൻസ് ആയിട്ട് കൊടുക്കുകയും ചെയ്തു. ആ സമയത്ത് ക്യാപ്റ്റൻ തോമസ് പറഞ്ഞു, ഒരു കാര്യമുണ്ട്, ഇത്രയും ഒരു ദൂരയാത്രയ്ക്ക് പോകാവുന്ന കാര്യങ്ങൾ ഇപ്പം എൻ്റെ ബോട്ടിലില്ല. അതെല്ലാം ഒന്ന് റെഡിയാക്കാൻ എനിക്കൊരു 2 മണിക്കൂർ ടൈം വേണം. ഫിലിസ് ഫോഗ് പറഞ്ഞു, അത്ര പെട്ടെന്ന് എനിക്കും വരാൻ പറ്റില്ല, എനിക്കും കുറച്ച് ടൈം ആവശ്യമുണ്ട്. തോമസ് ചോദിച്ചു, എന്താ സർ? എൻ്റെ കൂടെ വന്ന ഒരാൾ മിസ്സിംഗ് ആണ്. അദ്ദേഹത്തിനെ കണ്ടുപിടിക്കാനുള്ള ഒരു കംപ്ലയിൻ്റ് എനിക്ക് ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ഫയൽ ചെയ്യണം, എന്നിട്ടേ ഞാനും വരുള്ളൂ. ഓടെ തൽക്കാലം ആ പോർട്ടലിൽ തന്നെയുള്ള ഒരു വെയിറ്റിംഗ് ക്യാബിനിൽ ഇരുത്തിയ ശേഷം ഫിലിസ് ഫോഗ് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് നടന്നു. കൂടെ ഡിറ്റക്റ്റീവ് ഫിക്സും. ഡിറ്റക്റ്റീവ് ഫിക്സിന് ഉള്ളിൽ ചിരി വരുന്നുണ്ട്. കാരണം പസ്പർട്ടു എങ്ങനെയാണ് മിസ്സായെന്ന് ഏറ്റവും നന്നായിട്ട് അറിയുന്ന ആൾ ഡിറ്റക്റ്റീവ് ഫിക്സ് ആണല്ലോ. ഏതായാലും ഫിലിസ് ഫോഗ് നേരെ പോലീസ് സ്റ്റേഷനിലെത്തി. പസ്പർട്ടുവിൻ്റെ ലക്ഷണങ്ങളൊക്കെ പറഞ്ഞ് അവിടെ ഒരു കംപ്ലയിൻറ്റ് ഫയൽ ചെയ്തു. ഒപ്പം ഇൻസ്പെക്ടർക്ക് കുറച്ച് പൈസയും ഏൽപ്പിച്ചു. അതെന്തിനാന്ന് വെച്ചാൽ പസ്പർട്ടുവിനെ കണ്ടെത്തി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എന്തായാലും അയാൾക്ക് യാത്ര തുടരാൻ പറ്റില്ല. അയാൾക്ക് തിരിച്ച് ഇംഗ്ലണ്ടിലേക്ക് പോകാനുള്ള യാത്രാ ചെലവിനുള്ള തുക അവിടെ ഇൻസ്പെക്ടറെ ഏൽപ്പിച്ച ശേഷം ഫിലിസ് ഫോഗ് തിരിച്ച് പോർട്ടിലേക്ക് പോയി. ഫിലിസ് ഫോഗിനോട് സംസാരിച്ച പൈലറ്റ് ബോട്ടിൻ്റെ ക്യാപ്റ്റൻ്റെ പേര് തോമസ് എന്നായിരുന്നു. ആ ബോട്ടിൻ്റെ പേര് ടാങ്കഡിയർ. അങ്ങനെ ക്യാപ്റ്റൻ തോമസിൻ്റെ ഓർഡർ പ്രകാരം ടാങ്കഡിയറിൻ്റെ എൻജിൻ സ്റ്റാർട്ടായി. അവർ ഷാങ്ഹായിലേക്ക് യാത്ര ആരംഭിച്ചു.